ഇടുക്കി പീരുമേട് പ്ലാക്കത്തടത്തിന് സമീപം ദുരൂഹ സാഹചര്യത്തിൽ വനവാസി സ്ത്രീ മരിച്ച സംഭവത്തിൽ വനം വകുപ്പ് മന്ത്രിക്കെതിരെയും ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർക്കെതിരെയും വനവാസി ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നതിന് മുൻപ് സീതയുടെ മരണം കാട്ടാന ആക്രമണമല്ല, കൊലപാതകമെന്ന് പറഞ്ഞ മന്ത്രിയുടെ പ്രസ്താവന ഗുരുതരമായ ചട്ടലംഘനമാണ്. ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ നിരുത്തരവാദപരമായ സമീപനമാണ് സ്വീകരിച്ചതെന്നും വനവാസി ഏകോപന സമിതി ആരോപിക്കുന്നു. പീരുമേട് പ്ലാക്കത്തടത്തിന് സമീപം വനത്തിനുള്ളിൽ വനവാസി സ്ത്രീ മരിച്ച സംഭവത്തിൽ വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രനും കോട്ടയം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറും നടത്തിയ പ്രതികരണങ്ങളിൽ പ്രതിഷേധിച്ചാണ് വനവാസി ഏകോപന സമിതി ജില്ലാ കമ്മിറ്റി രംഗത്തെത്തിയത്. സീത മരിച്ചത് കാട്ടാനാക്രമണത്തിലാണോ, ആരെങ്കിലും അപായപ്പെടുത്തിയതാണോ, എന്താണ് മരണകാരണം എന്നിവ വ്യക്തമാക്കേണ്ടത് പോലീസാണ്. ആഭ്യന്തര വകുപ്പിന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കുന്നതിന് മുമ്പ് സീത മരിച്ചത് കാട്ടാനാക്രമണത്തിലല്ല, മറിച്ച് അതൊരു കൊലപാതകമാണെന്ന അറിവ് മന്ത്രിക്കും ഡിഎഫ്ഒയ്ക്കും എവിടെ നിന്നു കിട്ടിയെന്ന് വനവാസി ഏകോപന സമിതി ചോദിക്കുന്നു. പീരുമേട് വനത്തിൽ വെച്ച് കാട്ടാന ആക്രമണത്തിൽ മരണപ്പെട്ട സീത 13-ാം തീയതി ആക്രമണത്തിൽ മരണപ്പെട്ടു. ഈ മരണപ്പെട്ട പിറ്റേ ദിവസം തന്നെ പോസ്റ്റ്മോർട്ടം നടത്തുന്ന ഒരു റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് തന്നെ എങ്ങനെ ഡിഒയ്ക്കും മന്ത്രിക്കും ഇത്തരത്തിലുള്ള വിവരങ്ങൾ കിട്ടി? ഒന്നാണ്. കാരണം ഇത് ഒരു പ്രാഥമിക റൗണ്ടിലുള്ള അന്വേഷണം പോലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലും വരുന്നതിന് മുമ്പ് മന്ത്രിക്കും ഡിഒയ്ക്കും ഇങ്ങനെ പ്രസ്താവന നടത്താനുള്ള സാധ്യത എങ്ങനെയുണ്ടായി? സംഭവത്തിൽ ഗുരുതരമായ ചട്ടലംഘനം നടത്തിയ വനം വകുപ്പ് മന്ത്രി രാജിവെക്കണമെന്നും സംഭവസ്ഥലത്ത് വിശദമായ പരിശോധന നടത്താതെ നിരുത്തരവാദിത്വപരമായ സമീപനം സ്വീകരിച്ച സീതയുടെ മരണത്തെ ലഘൂകരിച്ച കോട്ടയം ഡിഎഫ്ഒയെ സസ്പെൻഡ് ചെയ്യണമെന്നും അവർ ആവശ്യപ്പെട്ടു. ജനം, ഇടുക്കി.